ഓക്കെ. എന്താണ് ഷിജിത? ചാപ്റ്റർ അല്ലെ? ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. ചാപ്റ്റർ 5 ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂൾ 1 ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ അനസ്തേഷ്യോളജി, പിന്നെ ICU, ഡെർമറ്റോളജി, ENT ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുന്നത് എവിടെയാണ് ഒന്ന് പറയാമോ? അഫ്സ ഉണ്ടോ? അഫ്സ PM പറഞ്ഞോളൂ. റീജിയണൽ അനസ്തേഷ്യ നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഞാൻ മിസ് ഇന്നലെ ക്ലാസ്സിലില്ലായിരുന്നു മിസ്, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. റെക്കോർഡഡ് ക്ലാസ് കേട്ടിട്ട് പറയാം. പറയും. ഷിഫ ഉണ്ടോ? ഷിഫ സുനൈ ഒന്ന് പറഞ്ഞോളൂ. റീജിയണൽ അനസ്തേഷ്യ അനസ്തേഷ്യ നൽകുന്ന C സെക്ഷനിലൊക്കെയാണ് പ്രധാനമായിട്ടും അത് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ആള് പറയൂ. രേഷ്മയുണ്ടോ? രേഷ്മ ടി. രേഷ്മ ടി ഉണ്ട് മിസ്. എത്ര ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട്? 3 ടൈപ്പ് അനസ്തേഷ്യ. ഏതൊക്കെയാണെന്ന് പറയാമോ? ജനറൽ അനസ്തേഷ്യ, പിന്നെ ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ നമ്മള് പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ കാർഡിയോ അല്ലല്ലോ, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നൊന്ന് ജസ്റ്റ് പറയാമോ? ആരെ പറയുന്നേ? ഷിഫ പറഞ്ഞോളൂ. ഷിഫ. ഡെർമറ്റോളജി സ്കിന്ന്, ഹെയർ, നെയിൽസ് ഇവയാണ് അവിടെ കാര്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ അതിനുള്ള ഡിസീസസിനെ അവിടെ പഠിക്കുന്നത്, അതിന് ട്രീറ്റ് ചെയ്യുന്നതും. അതിന് വെള്ളപ്പാണ്ട്, മുഖക്കുരു, അരിമ്പാറ, മോൾസ്, സ്കിന്ന്, അങ്ങനെയൊക്കെ. ഓക്കെ ഷിഫ, വെരി ഗുഡ്. പിന്നെ അടുത്തത് നമ്മുടെ ENT ഡിപ്പാർട്ട്മെന്റ് ആരാണ് പറയുന്നത്? ആരാണ് പറയുക ENT ഡിപ്പാർട്ട്മെന്റ്? അതുല്യ ഉണ്ട്. അതുല്യ മുരളി. അതുല്യ. ഇന്നത്തെ ക്ലാസ് കാണാൻ പറ്റിയില്ല. ഇപ്പൊ റെക്കോർഡ് വന്നേ ഉള്ളൂ. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല. റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. കാണാൻ മേഡം. അങ്ങനെയാണെങ്കിൽ വേറൊരാള് പറയുമല്ലോ. ആര് പറയും? അഞ്ജനയുണ്ടോ? അഞ്ജന രാമചന്ദ്രൻ. അഞ്ജന രാമചന്ദ്രൻ അഞ്ജനയുണ്ടോ? ഇല്ല. സൂര്യ പറഞ്ഞോളൂ. സൂര്യ അജേഷ് പറഞ്ഞോളൂ. ENTയില് എന്തൊക്കെ ഡിസീസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡിസീസ് കണ്ടിരുന്നു അല്ലെ? ഒന്ന് പറയാമോ? മിസ്സേ, ENTയില് നമ്മള് ഇയർ, നോസ് ആൻഡ് ത്രോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മളതില് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റില്? ഇതിനകത്ത് മൂക്കിനകത്ത് ദശ വളരുന്നത്, പിന്നെ ഈ കൂർക്കം വലിക്കുന്നതും, മൂക്കിന്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ കൂർക്കം വലിയൊക്കെ വരുന്നത്. പിന്നെ അതിന്റെ നമ്മള് നെക്ലസ് പറഞ്ഞിരുന്നു അല്ലെ? കഴുത്തിലെ മുഴകള്, പിന്നെന്തായിരുന്നു? കണ്ണുനീർ ഗ്രന്ഥിക്കുള്ള പ്രോബ്ലം, പിന്നെ കേൾവി തകരാറുകള്, ബാലൻസിന്റെ പ്രശ്നം, ഉമിനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന തകരാറ്, വോയിസ് ഡിസോർഡേഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ സൂര്യ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. പിന്നെ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നമ്മള് ആൻസർ തെറ്റാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അയ്യോ ഇപ്പൊ ഞാൻ പറയുന്ന ആൻസർ തെറ്റാണോ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താണെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് തിരുത്താലോ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് പറയുന്നത് എന്ത് വേണ്ടിയിട്ടാന്ന് വെച്ചാല് നമ്മള് ഇതൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും അല്ലെ എക്സാമിന്. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ഭാഗങ്ങൾ ശ്രദ്ധിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ.
അപ്പൊ അതില് തെറ്റാണല്ലോ എന്തെങ്കിലും മിസ് എന്തെങ്കിലും വിചാരിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. എന്താണെങ്കിലും പറയണം കേട്ടോ. അപ്പൊ നമുക്ക് തിരുത്താം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറയാറ്. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കണം. എന്നിട്ട് എനിക്ക് ഒന്ന് അവധി ആയതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും അല്ലെ? കൊച്ചുമക്കളൊക്കെ വീട്ടിലുണ്ടായിരിക്കും മിക്കവാറും. അവരെയൊക്കെ മാനേജ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ENT വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പുതിയൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ പഠിക്കാം കേട്ടോ. എന്താണെന്ന് അറിയാമോ? എൻഡോക്രൈനോളജി. എന്താണ് എൻഡോക്രൈനോളജി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻഡോക്രൈനോളജിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിലരൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. എൻഡോക്രൈനോളജി എന്താണെന്ന് അറിയാമോ? ആരും കേട്ടിട്ടില്ല? ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? ഹോർമോൺ. ഷംസിയെ പറയുന്നുണ്ട് ഹോർമോൺസ്. അതുമില്ല. ഓക്കെ, ഹോർമോൺസ് കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഓക്കെ തൈറോയിഡ് അല്ല കേട്ടോ നസീഫ. തൈറോയിഡും വരും കേട്ടോ അതിനകത്ത്. ഓക്കെ, പിന്നെന്താണ് എൻഡോക്രൈൻ സിസ്റ്റം റിലേറ്റ്സ്. ശ്രീതിക അമർ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതായത് നമ്മുടെ എൻഡോക്രൈനോളജി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഷിബില? അതിന്റെ മോളില് പറയാനുണ്ടെന്നോ? ഇല്ല മോള്, ENT നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാ കേട്ടോ. ENT ആണ് അതിന്റെ മുകളിലുള്ളത്. ENT നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡോക്രൈനോളജിയാണ് കേട്ടോ. ഇന്നലെ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എൻഡോക്രൈനോളജി എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേട്ടല്ലോ? എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ നോട്ടും എടുത്തു വെച്ചോളൂ. നിങ്ങൾ അടുത്ത നോട്ടും എടുത്തു വെച്ചോളൂ. ചില പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, എൻഡോക്രൈനോളജി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് ഫസ്റ്റ് അറിയണം. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹ്യൂമൻ അനാറ്റമി പരിശോധിക്കുകയാണെങ്കിൽ വളരെ നല്ല അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു സൃഷ്ടിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി അഥവാ ഹ്യൂമൻ അനാറ്റമി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സിസ്റ്റംസും നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറയും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ, രക്തപരിണി വ്യവസ്ഥയുണ്ട്. പിന്നെ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ, എക്സ്ക്രീറ്ററി സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയാ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാം. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ കേട്ടാൽ മതി. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അന്തസ്രാവി വ്യവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ചോദ്യം, എന്താണ് ഈ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചിരിക്കുക. അതായത് രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു അവയവ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ പറയാം, രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്? വെറുതെ ചുമ്മാ അങ്ങനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും പറ്റും? ഇല്ല. എന്തിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്? രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ. അപ്പോ എന്താണ് അഞ്ചു ഒന്നുകൂടെ പറയാമോ? അതായത് രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും ഈ പറഞ്ഞോളെ റെഗുലേറ്റ് ചെയ്യുന്നതും വെറുതെ അല്ല, അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ് രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എന്ത് രാസവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. എന്താണ്?
ഹോർമോണുകൾ കേട്ടോ. ഹോർമോണുകളുടെ ഉൽപാദനത്തിലൂടെയാണ് മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇനി ഈ പറയുന്ന അന്തസ്രാവി വ്യവസ്ഥയില് ഉൾപ്പെട്ടിരിക്കുന്ന എന്താണ് ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അഥവാ എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥയില് ഉൾപ്പെട്ടിരിക്കുന്ന ഗ്ലാൻഡുകളെ അല്ലെങ്കിൽ ഗ്രന്ഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അഥവാ എൻഡോക്രൈൻ ഓർഗൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തില് ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. മനസ്സിലായല്ലോ? ഈ പറഞ്ഞ മെഡിസിനിലെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒത്തിരിയേറെ ഗ്ലാൻഡ്സുകളുണ്ട്, ഒത്തിരിയേറെ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. അവയെല്ലാം ഇവിടെ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അവയുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എൻഡോക്രൈനോളജി എന്താണ് ഇനി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എൻഡോക്രൈനോളജി ഈസ് the study of medicine that relates to the endocrine system. കേട്ടോ, ഇപ്പൊ ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ അല്ലെ, മെഡിസിന്റെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഒരു പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും ഹാൻഡിൽ ചെയ്യുക, ഇത്തരത്തില് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് വരുന്ന ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിഫക്ട്സുകളോ അല്ലെങ്കിൽ മറ്റു പല എന്താ പറയാ ഡിസീസസോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്ത്, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, the body endocrine system includes the pancreas, the thyroid കഴിഞ്ഞിട്ട് ഒരു കോമ വേണം കേട്ടോ, പാരാതൈറോയിഡ്, പിന്നെന്താണ് പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് the ovaries and testes. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. പഠിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതെങ്കിലും എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള അഥവാ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ് കേട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പാൻക്രിയാസ്, പിന്നെന്താണ് തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, പിന്നെന്താണ് ലാസ്റ്റ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇതൊക്കെ എന്താണാവോ എന്നൊരു സംശയമാണ് അല്ലെ. അപ്പൊ ഞാൻ അതാണ് നിങ്ങളോട് നോട്ട് എടുക്കാൻ പറഞ്ഞത്. ജസ്റ്റ് ഞാൻ കുഞ്ഞു സെന്റൻസ് പറഞ്ഞു തരാം കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഗ്ലാൻഡ് ഏതാണ്? പാൻക്രിയാസ് കേട്ടോ. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. അപ്പൊ ഫസ്റ്റ് ആരാണ്? പാൻക്രിയാസ് അല്ലെ. എന്താണ് പാൻക്രിയാസ് എന്നറിയാമോ? ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയാ. എന്താണ് പറയാ? ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയാ പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, സ്റ്റൊമക്ക്, ഈ പറയുന്ന ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു അവയവമാണ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? സ്റ്റൊമക്കിന്റെ താഴെ, അതായത് നമ്മുടെ ആമാശയത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോ അവ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് നിങ്ങൾക്കറിയാവുന്നതാണ് ഇൻസുലിൻ. കേട്ടിട്ടില്ലേ? ഇൻസുലിനും അതുപോലെ തന്നെ എന്താണ് ഗ്ലൂക്കഗോൺ. കേട്ടോ, ഹോർമോണൊന്നും നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. കാര്യം എന്താണ്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഇത്തരം ഗ്ലാൻഡ്സും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. നമ്മൾ ഹോർമോണിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്, ഒത്തിരിയേറെ ഹോർമോൺസുകളുണ്ട്. നമുക്ക് അത്ര ഡെപ്തിലോട്ടൊന്നും പോകണ്ട കേട്ടോ. അപ്പൊ മനസ്സിലാക്കി വെക്കാം, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ. നമുക്കറിയാം അല്ലെ, ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് നമ്മുടെ രക്തത്തിലെ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കാം. പാൻക്രിയാസ് കേട്ടോ, ആഗ്നേയ ഗ്രന്ഥിയാണ് കേട്ടോ, ആഗ്നേയ ഗ്രന്ഥി. ജസ്റ്റ് എഴുതിക്കോളൂ കേട്ടോ. എന്താണ് പാൻക്രിയാസ് എന്നാണ് പറയുന്നത്, ഒരു ഹൈഫൺ ഇട്ടോളൂ. ദ ഗ്ലാൻഡ് എഴുതിക്കോളൂ കേട്ടോ. ദ ഗ്ലാൻഡ്
ഗ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രന്ഥി ട്ടോ. ദ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ LOCATED ട്ടോ. ലൊക്കേറ്റഡ് ഇൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ അപ്പർ അബ്ഡോമൻ. UPPER അപ്പർ അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറിന്റെ ഭാഗമാണ് കേട്ടോ. വയറിന്റെ ഭാഗത്ത് അബ്ഡോമൻ ഭാഗത്ത് ഒത്തിരിയേറെ അവയവങ്ങളുണ്ട്. അവിടെ അപ്പർ അബ്ഡോമൻ ഭാഗത്താണ്, അതായത് ഏകദേശം വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്ന് പറഞ്ഞ സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് വരും കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ, ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ അബ്ഡോമൻ. ABDOMEN. ഓക്കെ, അപ്പർ അബ്ഡോമൻ. ഹെൽപ്സ് ടു എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ടു ഡൈജസ്റ്റ് ദ ഫുഡ്. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈംസ് ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡൈജസ്റ്റ് ഫുഡ് ആൻഡ് എന്താണ്? ഗ്ലൂക്കോസ് റെഗുലേഷൻ. എന്താണ്? ഗ്ലൂക്കോസ് റെഗുലേഷൻ. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. പാൻക്രിയാസ് എന്ന് പറഞ്ഞാല് ദ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ അബ്ഡോമൻ ഹെൽപ്സ് ടു ഡൈജസ്റ്റ് ദ ഫുഡ് ആൻഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ. മനസ്സിലായല്ലോ? ഇനി അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്. അത് വെറുതെ നിങ്ങൾ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക, ജസ്റ്റ് അറിയാനായിട്ട്. എന്തൊക്കെയാണെന്നറിയോ? ഇൻസുലിൻ, അതുപോലെ ഗ്ലൂക്കഗോൺ, GLUCAGON ട്ടോ. ഗ്ലൂക്കഗോൺ, ഇൻസുലിനും ഗ്ലൂക്കഗോണും. കിട്ടിയില്ലോ? അപ്പൊ എന്താണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അത് വന്നിട്ട് നമ്മുടെ അപ്പർ അബ്ഡോമന്റെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് വരും, ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് വരും. ഇത് എന്തിനാണ്? നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, ഈ പറഞ്ഞ ആഹാരം ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒത്തിരിയേറെ എൻസൈംസിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻസൈം മാത്രമല്ല, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ നമുക്കറിയാം അല്ലെ, ഗ്ലൂക്കഗോണും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്തായിരിക്കും? നമ്മുടെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആണ്. ക്ലിയർ ആണല്ലോ പാൻക്രിയാസ് എന്താണെന്നുള്ളത്? ഓക്കെ, നമുക്ക് അടുത്തലോട്ട് പോവാം. തൈറോയിഡ്. നെക്സ്റ്റ് എന്താണ്? തൈറോയിഡ്. തൈറോയിഡ് എന്താണ്? തൈറോയിഡ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. തൈറോയിഡ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ ത്രോട്ട് ഉണ്ടല്ലോ, ത്രോട്ടിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോക്സിൻ, അതുപോലെ തന്നെ എന്താണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിന് അവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, തൈറോക്സിനും കാൽസിറ്റോണിനും. അപ്പൊ ജസ്റ്റ് എഴുതിക്കോളൂ കേട്ടോ. തൈറോയിഡ് ഹൈഫൺ ഇടുക. ഗ്ലാൻഡ് ലൊക്കേറ്റഡ്, ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ഗ്രന്ഥി എന്നാണ് കേട്ടോ. ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അണ്ടർ ദ വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു കേട്ടോ. ENT-യില് വോയിസ് ബോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലാരിങ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ വോക്കൽ കോഡ്സ് ഒക്കെ ഉള്ളത്, നമ്മള് ബ്രീത്ത് ചെയ്യാനും വിഴുങ്ങാനും ഒക്കെ സഹായിക്കുന്ന ത്രോട്ടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ലാരിങ്സ്. അതിന് തന്നെയാണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ശബ്ദമൊക്കെ വരുന്നത് പുറത്തോട്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ദ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അണ്ടർ ദ വോയിസ് ബോക്സ്. മേക്ക് ദ ഹോർമോൺസ്. ഏതൊക്കെ ഹോർമോൺസിനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോക്സിൻ. തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. THYROXINE കേട്ടോ. തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. CALCITONIN. കാൽസിറ്റോണിൻ. കിട്ടിയോ? Gland located under the voice box makes the hormones thyroxine and calcitonin. Okay, ആ പേരിന് കിട്ടും. കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ രക്തത്തില് എന്താണ് കാൽസ്യത്തിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. കേട്ടല്ലോ? ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ആളാണ് ആര്? പാരാതൈറോയിഡ്. ആരാണ്? പാരാതൈറോയിഡ്. ഈ പാരാതൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടു പുറകിലായിട്ട്, കേട്ടല്ലോ, അതിന്റെ തൊട്ടു പുറകിലായിട്ട് കാണപ്പെടുന്ന എന്താണ് ഒരു ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കേട്ടല്ലോ? പാരാതൈറോയിഡ് ഗ്ലാൻഡ് അപ്പൊ എഴുതി വെച്ചോളൂ കേട്ടോ. പി സൈസ്ഡ്, പി എന്ന് പറഞ്ഞ ഏത് പി ആണെന്നറിയോ? PEA ട്ടോ. PEA. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പീനട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതന്നെ ശ്രദ്ധിക്കുക. പി അതായത് നമ്മുടെ കപ്പലണ്ടി, പയർ കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന പയറ് വിത്തിന്റെ ഷേപ്പാണ്, പയറിന്റെ ഷേപ്പാണ് കേട്ടോ. ഓക്കെ, പി സൈസ്ഡ് ഗ്ലാൻഡ്സ് located on the
ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മളിപ്പോ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അതിന്റെ പുറകിലായിട്ട് പയറുവിത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ. ഓക്കെ, ദ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാരാതോർമോൺ. എന്താണ് പാരാതോർമോൺ? പാരാതോർമോൺ എന്താണെന്നറിയോ? അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് കേട്ടോ. പാരാതൈറോയിഡ് ഉത്പാദിപ്പിക്കുന്നതാണ് പാരാതോർമോൺ. PARATHO ആണ് കേട്ടോ. പാരാതെർമോണിന്റെ ഇടരുത്, പാരാതോർമോൺ ആണ് കേട്ടോ. MONE. ഒന്നുകൂടെ പറയാം. P സൈസ്ഡ് ഗ്ലാൻഡ്സ് located on the back of the thyroid gland. ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, അതായത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ടു പുറകെ കേട്ടോ. ബാക്ക് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാരാതോർമോൺ. കിട്ടിയോ? അതായത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പുറകിൽ കാണപ്പെടുന്ന പയറുവിത്തിന്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ പയറുവിത്തിന്റെ ആകൃതിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. കിട്ടില്ല? ഓക്കെ. അടുത്ത ആളാണ് ആര്? പീനിയൽ. ആരാണ്? പീനിയൽ ഗ്രന്ഥി കേട്ടോ. ജസ്റ്റ് ഒന്ന് കേൾക്കാം. പീനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികളിലെ ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ്. എന്താണ് ചാപ്റ്റർ നമ്പർ 5 കേട്ടോ. എന്താണ് സൂര്യ? ഒന്നുകൂടെ എന്താണ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പീനിയൽ കേട്ടോ. പീനിയലാണ് പറയുന്നത് സൂര്യ. പീനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാല് നമ്മളുടെ മസ്തിഷ്കം ഉണ്ടല്ലോ, ഹ്യൂമൻ ബ്രെയിൻ, ആ ഒരു മസ്തിഷ്കത്തില് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ. ഒരു ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ പീനിയൽ ഗ്രന്ഥിനെ നമ്മൾ പറയാ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പറയുന്നത്. എന്താണ്? വോയിസ് കട്ടായി പോകുന്നുണ്ടോ? ആണ്, നെറ്റ്വർക്കിന്റെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തില്, അതായത് ഹ്യൂമൻ ബ്രെയിനിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് കേട്ടോ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയാ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പറയുന്നത്. ജൈവ ഘടികാരം എന്നാണ് അതിന് പറയാ കേട്ടോ. പീനിയൽ ഗ്രന്ഥിനെയാണ് നമ്മൾ ജൈവ ഘടികാരം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? അത് ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് മെലാറ്റോണിൻ. എന്താണ്? എഴുതാൻ പറ്റുന്നില്ല. എഴുതാൻ ഞാൻ പറയാൻ പോകുന്നുള്ളൂ ശിബില, ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ജസ്റ്റ് കേൾക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഇതാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ മീൻസ് മനുഷ്യ മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഓക്കെ, അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ. ഓക്കെ, ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ. എന്താണ്? വോയിസ് കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ ഈ പ്രോബ്ലം? എല്ലാവർക്കും ഉണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇതെന്തോ നമ്മൾ പറഞ്ഞത് മെലാറ്റോണിൻ അല്ലെ, അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നിയന്ത്രിക്കും. നമുക്ക് ചില എല്ലാ ദിവസവും നമ്മൾ ഡെയിലി 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് എന്തായിരിക്കും? ആ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സമയം ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് വരും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് എന്ത്? മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അത് ഉത്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇനി നിങ്ങൾ എഴുതിക്കോളൂ. ഇനിയാണ് കേട്ടോ അത് പറയാൻ പോകുന്നത്. ഇനി എഴുതിക്കോളൂ. പീനിയൽ ഗ്ലാൻഡ് ഹൈഫൺ ഇട എഴുതിക്കോളൂ. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് located in the എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ? located in the middle of the മിഡിൽ MIDDLE മിഡിൽ എന്ന് വെച്ചാൽ മധ്യഭാഗത്ത് കേട്ടോ. മിഡിൽ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് located in the middle of the human brain. അടുത്തത് known as
KNOWN ട്ടോ, നോൺ അറിയപ്പെടുന്നത് നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. ബയോളജിക്കൽ ക്ലോക്ക് BIOLOGICAL ബയോളജിക്കൽ ക്ലോക്ക് എഴുതിയല്ലോ. എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഹോർമോണിന്റെ പേരാണ് കേട്ടോ പറയുന്നത്. മെലാട്ടോണിൻ. മെലാട്ടോണിൻ MELATONIN മെലാട്ടോണിൻ ഹോർമോണിന്റെ പേരാണ് കേട്ടോ. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ്. എന്നിട്ട് വായിക്കാം. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. ഹൈഫൺ ഇട്ടിട്ട് അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ കിട്ടിയോ? കിട്ടിയില്ലേ? മെലാട്ടോണിൻ. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ പീനിയലും മനസ്സിലാക്കി അല്ലെ? പീനിയൽ ഗ്രന്ഥി എന്താന്നുള്ളത് മനസ്സിലാക്കി. ഇനി അടുത്ത ആളാണ് ആര്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ കേട്ടോ. എന്താണ് നിഖില? ഇനി എന്താണ് ഒന്നുകൂടെ പറയുമോ? ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് located in the middle of the human brain, middle of the human brain, known as biological clock, known as biological clock. ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോളൂ. അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ MELATONIN. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എനിക്കും ഇത് ഒരുപാട് പറയുമ്പോ സ്ട്രെയിൻ വരെയാണ്. സ്പീഡ് ഞാൻ പാകത്തിന് സ്പീഡിലാണല്ലോ പറയുന്നത്. ഞാൻ ഒത്തിരി സ്പീഡിലല്ലാണ്ടോ പറയുന്നേ. ഓക്കെ. അടുത്തത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആദ്യം കേൾക്ക് കേട്ടോ, എന്നിട്ട് എഴുതാം. ഞാൻ പറയാം. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. വോയിസ് കട്ടാവുന്നുണ്ട് അല്ലെ? അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണേ അല്ലെ? ഹൈപ്പോതലാമസ്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഹൈപ്പോതലാമസ് ഹൈഫൺ ഇട്ട് എഴുതാം. കോംപ്ലക്സ് സ്ട്രക്ചർ in the brain, complex structure in the brain that coordinates COORDINATES that coordinates the bodies നമ്മുടെ ബോഡിയുടെ കേട്ടോ, the body's endocrine system. കിട്ടിയോ? ഒന്നുകൂടെ പറയാം കേട്ടോ. ഹൈപ്പോതലാമസ് ആണ് പറയുന്നത്. കോംപ്ലക്സ് സ്ട്രക്ചർ in the brain that coordinates the body's endocrine system. Complex structure in the brain that coordinates the body's endocrine system. അതായത് നമ്മളുടെ തലച്ചോറിലുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്തസ്രാവി വ്യവസ്ഥയെ ഏകോപിപ്പിക്കുന്നു. ക്ലിയർ? കിട്ടിയല്ലോ? അടുത്തത് അഡ്രിനൽ. എന്താണ് അഡ്രീനൽ? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ആദ്യം കേൾക്കാം, എന്നിട്ട് എഴുതാം കേട്ടോ. അഡ്രീനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃക്കയുണ്ടല്ലോ, കിഡ്നി ഉണ്ടല്ലോ, 2 കിഡ്നി ഉണ്ട് അല്ലെ? ആ ഒരു കിഡ്നിയുടെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മുടെ വൃക്കകളില്, അതായത് കിഡ്നിയില് മുകൾ ഭാഗത്ത്, ആ കിഡ്നിയോട് മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു എന്താ പറയാ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? എഴുതിക്കോളൂ. അഡ്രീനൽ ഗ്ലാൻഡ്. ഒരു ഹൈഫൺ ഉണ്ട് കേട്ടോ. ഹൈഫൺ ഇട്ടോളൂ, എഴുതിക്കോളൂ. സ്മോൾ ട്രയാങ്കിൾ ഷേപ്ഡ് അതായത് ത്രികോണാകൃതിയിലാണിത്. ഓക്കെ. സ്മോൾ ട്രയാങ്കിൾ ഷേപ്ഡ് ഗ്ലാൻസ് GLANDS that located
ഓൺ ദ ടോപ്പ് ഓഫ്, മുകളിലാണെന്ന്, ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. ഒന്നുകൂടെ വായിക്കാം. സ്മോൾ ട്രയാങ്കിൾ ഷേപ്ഡ് ഗ്ലാൻസ് ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. അതായത് ഓരോ വൃക്കയുടെയും മുകളിൽ കാണപ്പെടുന്ന ചെറിയ ട്രയാങ്കിൾ ഷേപ്ഡ്, ത്രികോണാകൃതിയിലുള്ള എന്താണ് ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സ്മോൾ ട്രയാങ്കിൾ ഷേപ്ഡ് ഗ്ലാൻഡ്സ് ദാറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് കിഡ്നി. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അത് എന്താ പറയാ, നമ്മള് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എഴുതി വെക്കണ്ട. ഹോർമോണിന് എന്താണ് ശിവ? ഹൈപ്പോതലാമസിന് എക്സാമ്പിൾ ഇല്ലേണ്ട്. ഹൈപ്പോതലാമസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഹോർമോൺസിനെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട. കാര്യം എന്താണെന്നറിയോ, നമ്മളെ സംബന്ധിച്ച് ഈ ഗ്ലാൻസുകളൊന്നും പരിചയപ്പെട്ടാൽ മതി. അതിന് ചോദ്യം വരുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഗ്ലാൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് ഇത് പലർക്കും പുതിയതായിരിക്കും, കുറെ പേർക്കൊക്കെ അറിയിട്ടാവും, പക്ഷെ കുറച്ച് പേർക്കൊക്കെ പുതിയതായിരിക്കും. അത് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോഴേ കുറച്ചെങ്കിലും നമുക്ക് അതുമായിട്ട് ഒരു കണക്ഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനായിട്ട്. ഓക്കെ. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡ് അല്ലേ നമ്മൾ പറഞ്ഞത്? അത് ഓരോ കിഡ്നിയുടെയും മുകളിൽ കാണപ്പെടുന്ന ട്രയാങ്കിൾ ഷേപ്ഡ് ഗ്ലാൻഡ്സ് ആണ് അഡ്രീനൽ എന്ന് പറയുന്നത്. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് കേട്ടോ. ഇനി അടുത്ത ആളാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. പീയൂഷ ഗ്രന്ഥി എന്ന് പറയും കേട്ടോ. പീയൂഷ ഗ്രന്ഥി എന്നാണ് പറയാ. ഒന്ന് കേൾക്കാട്ടോ. മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ്, അതായത് നായക ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണത് മാസ്റ്റർ ആവാൻ കാരണം? മറ്റ് എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് മറ്റെല്ലാ ഗ്രന്ഥികളെയും കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും മാസ്റ്റർ ആണ് പുള്ളി. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എഴുതിക്കോളൂ കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒന്ന് എഴുതി വെച്ചോളൂ. ഞാൻ വലിയൊരു ഡീറ്റെയിൽസ് ഒന്നും അല്ലാട്ടോ നിങ്ങൾക്ക് തരില്ലേ, ചെറുതായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമുള്ള സിമ്പിൾ സെന്റൻസ് ആക്കിയിട്ടാണ് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. ഹൈഫൻ ഇട്ട് എഴുതിക്കോളൂ. പി സൈസ്ഡ്, നേരത്തെ പറഞ്ഞ പി ഓർമ്മയുണ്ടല്ലോ, PEAP, പയർ വിത്തിന്റെ ഷേപ്പ് കേട്ടോ. പി ഷേപ്ഡ് ഗ്ലാൻഡ് located below PELOW, below താഴെയാണിത്. below ഹൈപ്പോതലാമസ്. എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നത്? എന്താണ് പറഞ്ഞത്? പി സൈസ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. അതായത് മസ്തിഷ്കത്തിൽ നേരത്തെ നമ്മൾ ഹൈപ്പോതലാമസ് പറഞ്ഞല്ലോ, അതിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് എന്ത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. പി സൈസ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്, നോൺ ആസ് KNOWN, അറിയപ്പെടുന്നത് കേട്ടോ. നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. എന്താണ്? മാസ്റ്റർ ഗ്ലാൻഡ്. എല്ലാവരുടെയും മാസ്റ്റർ ആണ് പുള്ളി. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ്, നായക ഗ്രന്ഥി എന്ന് പറയും. ഒന്നുകൂടെ വായിക്കാണ്. പി സൈസ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്, നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്സ്. ഓക്കെ, ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന എന്താണ്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതെന്ന് പറയുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം എന്താണ്? മറ്റെല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന ഗ്ലാൻഡ്സ് ആണ്. ഇതിന്റെ ഹോർമോൺസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. TSH അങ്ങനെ ഒത്തിരി ഉണ്ട്. ട്രോപ്പിക് ഹോർമോൺസ് അങ്ങനെയൊക്കെ ഒരുപാട്, അതിൽ തന്നെ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന എല്ലാ ഗ്ലാൻഡ്സും ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തതാണ്, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. അടുത്ത ആളാരാണ്? ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. എന്താണ്? ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഓവറി എന്താ? ഓവറി അണ്ഡാശയം. ഓക്കെ, ടെസ്റ്റിസ് എന്താണ്? വൃഷണങ്ങൾ. ഓക്കെ, എഴുതി വെച്ചോളൂ. ഓവറീസ് എന്താണ് എഴുതി വെച്ചോളൂ കേട്ടോ. അത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓവറീസ് എവിടെയായിരിക്കും വരിക? അണ്ഡാശയം സ്ത്രീകളിലാണ് അല്ലെ, ഫീമെയിൽസിലാണ്. മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് കേട്ടോ, വൃഷണങ്ങൾ എന്ന് പറയും.
അപ്പൊ ഓവറീസ് എഴുതി വെച്ചോളൂ, ഹൈഫൺ ഇട്ട് എഴുതാം. എ പെയർ ഓഫ് ഒരു ജോഡിയാണ് കേട്ടോ, രണ്ടെണ്ണം ഉണ്ടാവേ. എ പെയർ ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഓവൽ ഷേപ്പ് ആണ്, മുട്ടയുടെ ഒക്കെ ഷേപ്പില് അത്. ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ഇൻ അതിലാണ് കാണുന്നത് ഫീമെയിൽ പെൽവിസ് 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 എന്ന് പറഞ്ഞ ഇടുപ്പ് കേട്ടോ, ഇടുപ്പ്. ഫീമെയിൽ പെൽവിസ് പ്രൊഡ്യൂസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എഗ്സ് ആൻഡ് ഹോർമോൺസ് ഒന്നുകൂടെ വായിക്കാണ്. ഓവറീസ്, എ പെയർ ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഗ്ലാൻസ് ഇൻ ഫീമെയിൽ പെൽവിസ് പ്രൊഡ്യൂസ് എഗ്സ് ആൻഡ് ഹോർമോണുകൾ. സ്ത്രീകളിൽ നമ്മൾ പറയും മറ്റേ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ അത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഓവറിസ് എന്ന് പറയുന്നത്, അണ്ഡാശയം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതിക്കോളൂ, ടെസ്റ്റിസ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ, വൃഷണം എന്നാണ് പറയാ മലയാളത്തില്. അതെവിടെയായിരിക്കും? മെയിൽസിലായിരിക്കും കേട്ടോ, പുരുഷന്മാരിലായിരിക്കും. എഴുതി വെച്ചോളൂ, ഹൈഫൺ ഇട്ടിട്ട്. 2 egg shaped glands, 2 TWO ട്ടോ, 2 egg shaped glands produce sperm. നസീഫ കറക്റ്റ്, ടെസ്റ്റോസ്റ്റിറോൺ അത് തന്നെ, സ്പേം ബീജം കേട്ടോ, സ്പേം ആൻഡ് മെയിൽ ഹോർമോൺസിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ടെസ്റ്റോസ്റ്റിറോൺ കേട്ടോ. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം, ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ ഹോർമോൺ ആണ് കേട്ടോ. ഓക്കെ, ടെസ്റ്റിസ് എന്താ ഒന്നുകൂടെ വായിക്കാം. 2 egg shaped glands produce the sperm and male hormones. അതായത് ഈ പറഞ്ഞ ബീജവും പിന്നെ മെയിൽ ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പുരുഷന്മാരിലെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലോ? അപ്പൊ ഇത്രയും ഗ്ലാൻഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒരു ഐഡിയ അത്രേ വേണ്ടു നമുക്ക് കേട്ടോ, ഇത്ര ഡീപ്പിലോട്ടൊന്നും പോകണ്ട. അപ്പൊ ഏതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഗ്ലാൻഡ്സ്, ഏതൊക്കെയാണ് മനസ്സിലാക്കി വെക്കണോ കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഗ്ലാൻഡ് ഏത് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ അറിയണം കേട്ടോ. ഏതൊക്കെയാണ്? പാൻക്രിയാസ്, ആഗ്നേയഗ്രന്ഥി, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, പീയൂഷ ഗ്രന്ഥി മലയാളത്തിൽ പറയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, അണ്ഡാശയവും വൃഷണവും കേട്ടോ. അത് വന്നിട്ട് ഈ പറഞ്ഞ 6 ഹോർമോൺസിനൊക്കെയാണ് ഓവറീസും ടെസ്റ്റിസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ഇത് മനസ്സിലാക്കിയപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ? അതായത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഗ്ലാൻസുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് നോക്കിയേ. ഈ പറയുന്ന ഓരോ ഗ്ലാൻസും പലതരത്തിലുള്ള ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷനിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാവിധ മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളും കൺട്രോൾ ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് വായിക്കാം. എൻഡോക്രൈനോളജി ഈസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി that deals with the study of hormones and hormones related to the glands. നമ്മൾ തുടക്കമേ പറഞ്ഞിരുന്നു അല്ലെ? ഈ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളും അവയെ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? They work closely with specialists in ophthalmology, radiation oncology, സർജറി, ഒബ്സ്ട്രക്റ്റിക്സ്. എന്താണ് ഇവർ പറയുന്നത്? ഈ ഒരു എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലെ? എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായി? എന്താണ് അത് ഉദ്ദേശിച്ചത്?
നമ്മളിപ്പോ എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചപ്പോ അതിനകത്ത് ഒത്തിരി ഗ്ലാൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ ബ്രെയിനിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഗ്ലാൻസുകളുണ്ട്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയല്, അതുപോലെ തൈറോയിഡ്, പാരാതൈറോയിഡ്, അങ്ങനെ ഒട്ടേറെ ഗ്ലാൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഈ ഗ്ലാൻസുകളെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ഉണ്ടാവും അല്ലെ. അത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോ ആ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ആർക്ക് കണക്ഷൻ വരും? എൻഡോക്രൈനോളജിക്ക് കണക്ഷൻ വരും. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദേ വർക്ക് ക്ലോസ്ലി വിത്ത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഒഫ്താൽമോളജി. ഇപ്പൊ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അല്ലെ. എന്തായിരിക്കും ഒഫ്താൽമോളജി? ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പൊ നേത്ര ചികിത്സാ വിഭാഗമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കണ്ണുകളിൽ ടിയർ ഗ്ലാൻസ് ഉണ്ട് അല്ലെ. ടിയർ ഗ്ലാൻസ് ഇസ് എ പാർട്ട് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ. അപ്പൊ ഈ ടിയർ ഗ്ലാൻസ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കണ്ണിന് ടിയർ ഗ്ലാൻസിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും? ഈ പറഞ്ഞ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു കണക്ഷൻ വരില്ലേ? അപ്പൊ നോക്കൂ, അങ്ങനെയാണ് ആ ഒരു ഇന്റർ കണക്ഷൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ക്യാൻസർ പല അവയവങ്ങളെയും ബാധിക്കാം. ഇപ്പൊ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ട് അല്ലെ. ഇപ്പൊ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതിന് ക്യാൻസർ വരുവാണെങ്കിൽ അത് നമ്മൾ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും കൂടി ആയിട്ട് ഒരു കണക്ഷൻ വരുന്നില്ലേ? ഓങ്കോളജി ക്യാൻസർ വരുന്ന ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓങ്കോളജിയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താണ്? സർജറി ഒബ്സ്ട്രക്റ്റിക്സ്. സർജറി ഒബ്സ്ട്രക്റ്റിക്സ്. ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവ ചികിത്സാ സംബന്ധമായിട്ടുള്ള വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവയുമായിട്ട് ബന്ധപ്പെട്ട സർജറിയിൽ ഏതിന് കണക്ഷൻ വരും? ഓവറിസിന് കണക്ഷൻ വരില്ലേ? ഈ പറയുന്ന ഓവറിസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓവറിസിന് ഈ പറയുന്ന ഒബ്സ്ട്രക്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു കണക്ഷൻ വരുന്നില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി അവിടെ പൂർത്തിയായിട്ടില്ല സർജറി ഒബ്സ്ട്രക്റ്റിക്സ്. പിന്നെ എന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നട്ടുപിടിപ്പിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഗ്ലാൻസിനെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഗ്ലാൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാം അല്ലെ. അവിടെയും എന്താണ് ഈ പറയുന്ന ഗ്ലാൻസുകൾ വരുന്നുണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസുകൾ വരുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട് അവർക്ക്. ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ്, മറ്റു പല ഏരിയാസുമായിട്ടും മറ്റു മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു എ പേഴ്സൺസ് മെഡിക്കൽ പ്രോബ്ലം അല്ലെ. അതായത് ഒരു വ്യക്തിയുടെ മെഡിക്കൽ പ്രോബ്ലംസിന് ഒരു വൈവിധ്യമാർന്നിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാല് വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അവിടെ കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ പേഴ്സണൽ അല്ലാട്ടോ, ഒരു വ്യക്തിയുടെ മെഡിക്കൽ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത്. ഇനി ഇൻക്ലൂഡിങ് എന്തെല്ലാം രോഗങ്ങളാണ് നോക്കിയാൽ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഡയബറ്റിസ് അല്ലെ. ഡയബറ്റിസ് എന്താണ്? പ്രമേഹം. അറിയാലോ നിങ്ങൾക്ക്. അതായത് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്നിപ്പോ ഹോസ്പിറ്റലുകളിൽ ഉണ്ട് അല്ലെ. അതുപോലെ ഡയബറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ട് പ്രമേഹത്തിന് വേണ്ടി മാത്രമായിട്ട്. നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറയുന്നത് ഏത് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇഷ്യൂ കൊണ്ട് വരുന്നതാണ്. നമുക്കറിയാം ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആ ഒരു ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇതിൽ വരുന്നത് എൻഡോക്രൈനോളജിക്കായിട്ട്. അപ്പൊ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന് ഏതുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്? ഡയബറ്റിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു കണക്ഷൻ വരുന്നില്ലേ? അത് പിന്നെന്താണ്? ന്യൂട്രീഷൻ, അതായത് പോഷകാഹാര പ്രശ്നങ്ങള്.
അത് അസുഖമായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വിശപ്പ്, ദാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരും. ഇപ്പൊ ന്യൂട്രീഷൻ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താണത്? കാൽസ്യം ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. കാൽസ്യം ഡിസോർഡേഴ്സ് ആണ്, അഥവാ നമുക്ക് ബോൺ ഡിസോർഡേഴ്സ് എന്ന് പറയാം. ബോൺ ഡിസോർഡർ അതായത് നമ്മുടെ എല്ലുകളിലെ, നമുക്കറിയാം എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബലക്ഷയം വരും. എല്ലുകളും പല്ലുകളും ഒക്കെ ഇങ്ങനെ അതിന്റെ ബലം ക്ഷയിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തുണ്ടാവും അറിയോ? എല്ലുകൾക്ക് ബലം കുറയുക എന്തുണ്ടാവും? പെട്ടെന്ന് പൊട്ടും, അല്ലെ? ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ്. അപ്പൊ വേണമെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഓസ്റ്റിയോപോറോസിസ് എന്നാൽ എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതി വെച്ചോ കേട്ടോ. ഓസ്റ്റിയോപോറോസിസ് ഇസ് എ ഡിസീസ്. Osteoporosis is a disease that causes bones എല്ലുകളാണ് കേട്ടോ. bones to become fragile. Fragile. F-R-A-G-I-L-E. Fragile. F-R-A-G-I-L-E. Fragile എന്ന് വെച്ചാല് ദുർബലമാകുക. മനസ്സിലായല്ലോ? ദുർബലമായി പോകുക കേട്ടോ. ഫ്രജൈൽ ആൻഡ് more likely MORE likely to break BREAK break. ഒന്നുകൂടെ വായിക്കാം. Osteoporosis is a disease that causes bones to become fragile and more likely to break. കേട്ടോ. അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ എല്ലുകള് ക്ഷയിച്ച് അത് ദുർബലമായിട്ട് പൊട്ടിപ്പോകുന്ന ആ ഒരു കണ്ടീഷൻ. പക്ഷെ അതിന് കാരണം എന്താണ്? കാൽസ്യത്തിന്റെ കുറവാണ് കേട്ടോ. കാൽഷ്യം ഡിസോർഡർ ആണ് അത്. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, കാൽസിറ്റോണിൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? തൈറോയിഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന ആളാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസിറ്റോണിന്റെ ഏറ്റക്കുറച്ചിൽ കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞു ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. ഇനി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ ബോൺ ഡിസോർഡർ ആണ്. അപ്പൊ നമ്മൾ പൊതുവെ ബോൺസിന് പ്രശ്നം വരുമ്പോ നമ്മൾ എവിടെ കാണാം? മറ്റേ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. എല്ലുപൊടിയുന്ന അസുഖം, അത് അന്വേഷിക്കാം. എല്ലുപൊടിയുന്ന അസുഖം. ഓക്കെ, അതാണ് കേട്ടോ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ബോൺ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിനെയാണ് കാണുക അല്ലെ? ഓർത്തോ ഡിപ്പാർട്ട്മെന്റും എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കണക്ഷൻ വരുന്നത് കണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒത്തുചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പിറ്റ്യൂട്ടറി ഗോണാഡ് അഡ്രീനാൽ ഡിസോർഡേഴ്സ്. നേരത്തെ പറഞ്ഞ ഗ്ലാൻഡുകൾക്ക് വരുന്ന ഡിസോർഡേഴ്സ്. പിറ്റ്യൂട്ടറി ഗോണാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേത് നമ്മുടെ എന്താണ്? ഓവറീസും ടെസ്റ്റിസും. അതായത് സെക്സ് സെൽസ് ആണ് കേട്ടോ. ഗൊണാഡ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അഡ്രീനൽ ഡിസോർഡേഴ്സ്, നേരത്തെ പറഞ്ഞില്ല അഡ്രീനൽ ഗ്ലാൻഡ്. ഇതൊക്കെല്ലാം വരുന്ന ഡിസോർഡേഴ്സ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്. പിന്നെന്താണ്? ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ. നിങ്ങൾ ട്രാൻസ്ജെൻഡർ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാണിന്റെയും പെണ്ണിന്റെയും ഇടയ്ക്കുള്ള ഒരു ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്വഭാവമാണ്, ഒരവസ്ഥയാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ശരിക്കും വരുന്നത് ഈ പറയുന്ന ഹോർമോൺസിന്റെയും ക്രോമസോമിന്റെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഉണ്ടാകുന്ന വൈകല്യമാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴും ഏകദേശം ഇതേ ഒരു കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ ചെറിയ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ചിലര് മെയിലായിരിക്കും, അയാള് സർജറി ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ഫീമെയിൽ ആവും. ഇനി ചില ഫീമെയിൽസ് ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്തിട്ട് മെയിലായി മാറാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിലും ഈ പറയുന്ന ഗ്ലാൻഡ്സിന്റെ ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഹോർമോൺസിന്റെ ഒക്കെ ഇംബാലൻസസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നത്, ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ,
പറഞ്ഞ് വേറെന്തോ ആയി മാറി. പിന്നെന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലെ, അതായത് പല ഗ്ലാൻഡുകളെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ എൻഡോക്രൈൻ ഗ്ലാൻസുകൾ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊക്കെ അസുഖങ്ങളാണ്? ഡയബറ്റിസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗോണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ, ദെൻ ഫൈനൽ വൺ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പറയാൻ നമ്മൾ കുറച്ചധികം സമയം, കുറച്ചധികം അല്ല, 1 മണിക്കൂർ തന്നെ എടുത്തു അല്ലെ. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൽ ഉൾപ്പെടുന്ന ഗ്ലാൻസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, പിന്നെ അതിനകത്ത് ഡീൽ ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. ഏതാണത്? എളുപ്പമുള്ളതാണ് കേട്ടോ. ജെറിയാട്രിക്സ് ആണ്. ഏതാണ്? ജെറിയാട്രിക്സ്. എന്താണ് ജെറിയാട്രിക്സ്? നമ്മൾ തുടക്കമേ പറഞ്ഞിരുന്നു അല്ലെ. വാർദ്ധക്യ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വയോജന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ജെറിയാട്രിക്സ്. അപ്പം അതായത് എന്താണ് ഓൾഡർ അഡൽട്സ് അല്ലെ, പ്രായമേറിയ ആളുകൾക്ക്. നമുക്കറിയാം പ്രായമേറിയ ആളുകളെ സംബന്ധിച്ച് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഒത്തിരിയേറെ അസുഖങ്ങള് ഉള്ള ആൾക്കാരാണ് അവര് ഇല്ലേ. നമ്മളായാലും പ്രായം ചെല്ലുന്തോറും നമുക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അത്തരം കാര്യങ്ങളുടെ ചികിത്സയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ജെറിയാട്രിക്സ്. നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി equipped with doctors specialized in geriatric medicine since the elderly suffer from a wide range of illness and seek treatment for എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിസീസസ് അവര് കൊടുത്തിട്ടുണ്ട്, വയോജന സംബന്ധമായിട്ട് വരുന്ന ചില അസുഖങ്ങൾ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തില് വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വളരെ എന്തായിരിക്കും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുക. കാര്യം എന്താണ്? പ്രായം ചെന്ന ആളുകൾക്ക് ഒത്തിരിയേറെ അസുഖങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ അസുഖങ്ങളും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്? ആദ്യം പറയുന്നത് സ്ട്രോക്ക് ആണ് അല്ലെ. സ്ട്രോക്ക് നിങ്ങൾക്കറിയാലോ. സ്ട്രോക്ക് എന്താണ്? നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ബ്രെയിനിന് വരുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയില്ലേ, എന്നതുപോലെ ബ്രെയിനിന് വരുന്നതാണ് എന്ത്? സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാര് ഫുള്ളായിട്ട് അങ്ങ് തളർന്നു പോകും, പാരലൈസ് ചെയ്തു പോകും. ചിലവര് ചിലപ്പോൾ ചില വശങ്ങൾ തളർന്നു പോകും. ഓക്കെ, അപ്പൊ അതിന് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പാരലൈസ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. പെട്ടെന്ന് കൊണ്ടുപോകുന്നത് മാത്രം ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട്. അപ്പൊ സ്ട്രോക്ക് കേട്ടോ. പിന്നെന്താണ്? ഗ്യാസ്ട്രോ എന്ററോളജി എന്തായിരിക്കും? ഈ ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ലേ, അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ എന്ററോളജി എന്ന് പറയുന്നത്. ക്ലിയർ? ഗ്യാസ്ട്രോ എന്ററോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറേ കൂടെ വിശദമായിട്ട് അതിൽ പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. പിന്നെ ഡയബറ്റീസ് അല്ലെ, പ്രമേഹം. ഈ പ്രമേഹം എന്ന് പറയുന്നതും വയസ്സായ ആളുകൾക്കൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക്. കാര്യം എന്താ? ഇപ്പൊ ചെറുപ്പക്കാരായ ആളുകൾക്കും ഇഷ്ടം പോലെ എന്തുണ്ട്? ഷുഗർ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, ഡയബറ്റീസ് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഇത് ജെറിയാട്രിക്സിലായിട്ടാണ്. പണ്ടൊക്കെ പ്രായം കൂടുമ്പോഴാണ് വരിക. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ വളരെ ചെറുപ്പത്തിലേ തന്നെ ഷുഗർ വരുന്ന ആളുകളാണ് കൂടുതൽ. പിന്നെന്താണ്? കട്ടാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തതാണ് ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്. ഏതാണ്? ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോബ്ലംസ് ടു മൂവ്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന ചലനശേഷിക്ക് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അതിനെയാണ് നമ്മൾ ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. ചലിക്കാനുള്ള ബുദ്ധിമുട്ട്, ചലനത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ. നമുക്കറിയാം അല്ലെ, പ്രായമേറിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ചെറുപ്പക്കാരുടെ പോലെ ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല അല്ലെ. ചെറുപ്പം സമയത്തൊക്കെ അവർ ഒത്തിരി ഈ പറഞ്ഞ മരം കയറ്റവും ഒക്കെ ചെയ്തിട്ടുള്ള, മരം കയറലും മതിൽ ചാടലും ഒക്കെ ചെയ്ത ആൾക്കാരായിരിക്കും. പക്ഷെ വയസ്സാകുമ്പോൾ ഇതൊന്നും പറ്റില്ല. കാര്യം എന്താണ്? ഈ പറഞ്ഞ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് അവർക്ക് വരും അല്ലെ. ഇപ്പൊ അവരുടെ കൈകളാണെങ്കിൽ അവർക്ക് വിരലുകളായാലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മടക്കാൻ പറ്റായാലും ഈ ഗ്രിപ്പ് ഉണ്ടാവില്ല. ചിലതൊക്കെ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ തെന്നിപ്പോകും. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? കാര്യം എന്താ? അവർക്ക് ഈ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. ചലനശേഷിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ. പിന്നെന്താണ്? സിങ്കോപ്പ്. സിങ്കോപ്പ് എന്ന് പറഞ്ഞാല് ബോധക്ഷയമാണ് കേട്ടോ. ബോധക്ഷയം അതായത് ഈ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫെയിന്റിംഗ് ആണ്. അതായത് നമുക്ക് ബോധം മറയുക, തല ചുറ്റുക, ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ സിങ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ബോധക്ഷയമാണ്.
പിന്നെന്താണ് പറയുന്നത്? ബോൺ ഡിസീസ് ആണ്. നമ്മൾ നേരത്തെ ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞില്ലേ, അതേപോലത്തെ ബോൺ ഡിസീസ്, അസ്ഥി രോഗങ്ങൾ പ്രായമേറിയ ആളുകൾക്ക് വരും. കാര്യം എന്താണ്? പ്രായം ചെല്ലുന്തോറും കാൽസ്യത്തിന്റെ അളവൊക്കെ കുറയും അല്ലെ? അപ്പൊ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എല്ലുകൾക്കൊക്കെ എന്ത് വരും? തേയ്മാനം, ഈ പറഞ്ഞ ബലക്ഷയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയില്ലേ, ഈ പറയുന്ന വയസ്സായ ആൾക്കാർ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വീണ് കഴിഞ്ഞാൽ എപ്പോഴേ എല്ല് ഒടിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി, ഭയങ്കര ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഒടിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാൽസ്യം ഡെഫിഷ്യൻസി മൂലമാണ് കേട്ടോ. ബോൺ ഡിസീസ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? സ്ട്രോക്ക്, ഗ്യാസ്ട്രോ എൻട്രോളജി, ഡയബറ്റിസ്, ലോക്കോമോട്ടീവ് പ്രോബ്ലം, സിൻകോപ്പ്, ബോൺ ഡിസീസ്. ഇതെല്ലാം തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിനോടനുബന്ധിച്ച് വരുന്നതാണ്? ജെറിയാട്രിക്സിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് വയോജന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. കേട്ടല്ലോ. ഇനി എന്താ പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൾസോ പ്രൊവൈഡ്സ് എ റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് സച്ച് ആസ് എ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ. അതായത് ഇത്തരം ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസുകളും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി സർവീസ്? ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്. ഇവിടെ മൊബൈൽ ഉദ്ദേശിക്കുന്നത് മൂവബിൾ ആണ്. ഇപ്പൊ വീട്ടിലേക്ക് വാഹനങ്ങളിൽ വന്നിട്ട് തെറാപ്പി ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർവീസസ് ഉണ്ട്. അതായത് ഇപ്പൊ കിടപ്പ് രോഗികള്, വയസ്സായ ആളുകൾ, അവർക്ക് ചിലപ്പോൾ ക്ലിനിക്കിൽ പോകാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല അല്ലെ, അവർക്ക് വയ്യായി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല അല്ലെ, വാഹനങ്ങൾ സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റിയവരാരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരും അല്ലെ പ്രായമേറിയ ആളുകൾക്ക്. അപ്പൊ അവരെയൊക്കെ വീട്ടിൽ വന്ന് തെറാപ്പി ചെയ്യുന്ന ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സർവീസ്. പിന്നെ പാലിയേറ്റീവ് കെയർ അറിയാലോ അല്ലെ, വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു, ഈ പ്രത്യേകിച്ച് മെഡിസിൻ കൊണ്ടൊന്നും യാതൊരു പ്രയോജനമൊന്നുമില്ല, അവർക്കൊരു മെന്റൽ സപ്പോർട്ട് അല്ലെ, അതൊക്കെ കൊടുക്കാനുള്ള പാലിയേറ്റീവ് കെയർ. ഇങ്ങനെയുള്ള പല കമ്മ്യൂണിറ്റി സർവീസുകളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി സെന്റേഴ്സുമായിട്ട് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ട്. കാര്യം അവർ പറയും, സജസ്റ്റ് ഇപ്പൊ പ്രായമായി അതൊക്കെ ആകുമ്പോൾ അവർ പറയും ഇപ്പൊ മെഡിസിനോടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല, അപ്പൊ അവരെങ്ങനെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സിലൊക്കെ ട്രീറ്റ് ചെയ്തോളാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയല്ലോ. നമ്മളുടെ ടൈം ഏകദേശം ഓവറായി. നമ്മൾ ഇന്ന് വെറും രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിട്ടുള്ളൂ, എൻഡോക്രൈനോളജിയും ജെറിയാട്രിക്സും. കേട്ടല്ലോ. എൻഡോക്രൈനോളജിയിൽ വരുന്ന ഗ്ലാൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു, എന്തൊക്കെ അസുഖങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ വയോജന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് വരുന്ന അസുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് കൂടാതെ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പല കമ്മ്യൂണിറ്റി സർവീസസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ, ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? മാം എൻഡോക്രൈനോളജി ഒന്നുകൂടി പറയൂ. എൻഡോക്രൈനോളജിയോ? എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും പഠിക്കുന്ന ഒരു മെഡിക്കൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിക്കൽ ബ്രാഞ്ച് ആണ് എൻഡോക്രൈനോളജി. കിട്ടിയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ഇപ്പൊ തുടങ്ങും. ഓക്കെ, താങ്ക് യു. നാളെ വായിക്കണോ കേട്ടോ, വായിച്ചിട്ട് വരണേ. താങ്ക് യു. താങ്ക് യു മാം.